വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഗായത്രിയിലെ അക്ഷരദേവതയായ ദുർഗ ദേവതയെക്കുറിച്ചാണ്. ദുർഗ ഗായത്രിയുടെ ഒരു ധാരയാണ്. ദുർഗയെ തന്നെ കാളി എന്നും പറയുന്നു. കാളിയെ കാലാധിപതിയുടെ സഹധർമ്മിണിയുമായിട്ടാണ് പരിഗണിച്ചിരിക്കുന്നത്. മഹാകാലം എന്ന് പറഞ്ഞാൽ വിശാലമായ സമയാകാശം എന്നാണർത്ഥം. സമയത്തിൻ്റെ മഹിമയെ അംഗീകരിക്കുന്നവർ, സമയത്തിൻ്റെ ഉപയോഗം മനസ്സിലാക്കുന്നവർ, അതിനെ സതുപയോഗപ്പെടുത്തുന്നവർ കാളിയുടെ ഉപാസകന്മാരായി കരുതപ്പെടുന്നു. ആലസ്യം മൂലം ശരീരവും പ്രമാദം മൂലം മാനസിക ശക്തിയും നഷ്ടപ്പെടുത്താതിരുന്നാൽ സാമാന്യ നിലയിലുള്ള മനുഷ്യർക്ക് പോലും അഭിഷ്ടസിദ്ധിയുടെ അത്യുന്നത തലത്തിലെത്താൻ സാധിക്കുന്നതാണ്. ശരിയാംവണ്ണം ഉപയോഗപ്പെടുത്തി മനുഷ്യന് ഏത് സാഫല്യവും നേടാവുന്നതാണ്. ഈശ്വരദത്തമായ സമ്പത്താണ് സമയം. ഈശ്വരൻ സൂക്ഷ്മമാണ്. ഈശ്വരൻ്റെ സന്തതിയായ ജീവിയും സൂക്ഷ്മമാണ്. പിതാവിൽ നിന്നും സന്താനത്തിന് മനുഷ്യജന്മമെന്ന മഹത്തായ അനുദാനം ലഭിച്ചതോടൊപ്പം ആലസ്യത്തിലും പ്രമാദത്തിലും നഷ്ടപ്പെടുത്താതെ ഏതെങ്കിലും വിശിഷ്ട പ്രയോജനത്തിനായി വിനിയോഗിച്ചാൽ ലൗകികവും ആധ്യാത്മികവുമായ സമ്പത്തുകൾ ധാരാളമായി ലഭിക്കാവുന്ന സമയമെന്ന അദൃശ്യ ധനവും ലഭിച്ചിട്ടുണ്ട്. ഈ വസ്തുതയാണ് ഗായത്രിയുടെ കാളി വ്യാഖ്യാനത്തിൽ സ്പഷ്ടമാക്കിയിരിക്കുന്നത്. ഓരോ ദിവസവും ജോലിത്തിരക്കോടെ കഴിയാനുള്ള പദ്ധതികൾ രൂപീകരിക്കുകയും അതിൽ സമ്പൂർണ്ണ നിഷ്ഠയോടെ വ്യാപൃതരാകുകയും ചെയ്യുന്നത് അഭീഷ്ടസാധ്യത്തിൻ്റെ അടിസ്ഥാനമാണ്. ഈ പരിപാടി ദൃഢവിശ്വാസത്തോടെ അനുവർത്തിക്കുക എന്നത് മഹാകാലത്തിൻ്റെ അഥവാ കാലാധിപതിയുടെ ഉപാസനയാണ്. ഈ ആലംബത്തെ അംഗീകരിച്ചിരിക്കുന്നവർക്ക് മഹാത്മാക്കളുടെ ഔന്നത്യത്തിലേക്ക് ഉയരുവാൻ സാധിക്കുന്നു. കാളിക്ക് വേറെയും പല നാമങ്ങളുണ്ട്. ദുർഗ, ചണ്ഡി, അംബ, ശിവ, പാർവതി മുതലായവയും കാളിയുടെ പേരുകളാണ്. സംഘടിത ശക്തിയും ഇതിൻ്റെ ഒരു രൂപമാണ്. എത്ര തന്നെ സുയോഗവും സമ്മർദ്ദവും സമ്പന്നവും ആയിരുന്നാൽ തന്നെയും ഏകാകിത്വം അപൂർണാവസ്ഥയിൽ തന്നെ നിലകൊള്ളുന്നു. ആർക്ക് എത്രമാത്രം സഹകരണം ലഭിക്കുന്നുവോ അവർ അതേ അനുപാതത്തിൽ പുരോഗതി കൈവരിക്കുന്നു. മനുഷ്യൻ്റെ ഇതേവരെയുള്ള നേട്ടങ്ങളെല്ലാം സഹകരണ സ്വഭാവം മൂലമാണ് സാധ്യമായിരിക്കുന്നത്. ഭാവിയിലും മഹത്വമേറിയ നേട്ടങ്ങൾ കൈവരിക്കപ്പെടുന്നത് സഹകരണാടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. ദുർഗയുടെ വാഹനം സിംഹമാണ്. ഇത് വീരതയുടെ പ്രതീകമാണ്. ദുർഗയുടെ പ്രവർത്തന മേഖലയിൽ സംഘർഷത്തിനാണ് പ്രാധാന്യം. ജീവിത സമരത്തിൽ വിജയം കൈവരിക്കുവാൻ ഏതൊരുവനും തൻ്റെ ആന്തരിക ദൗർബല്യങ്ങളോടും സ്വഭാവത്തിലെ ദുഷ്പ്രവണതകളോടും നിരന്തരം മല്ലടിച്ചു കൊണ്ടിരിക്കണം. ബാഹ്യജീവിതത്തിൽ അരുതായ്മകളും അനീതികളും ആക്രമിച്ചു കൊണ്ടിരിക്കുകയും തടസ്സങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അവയെ അഭിമുഖീകരിക്കുകയല്ലാതെ വേറെ പോംവഴി ഇല്ല. ശാന്തിയോടെ ജീവിക്കുവാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ആക്രമണങ്ങളിൽ നിന്നും തടസ്സങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി കഴിയുക പ്രയാസമാണ്. അവയെ നേരിടുകയല്ലാതെ നിവൃത്തിയില്ല. അതിനു വേണ്ടതായ ശൗര്യവും സാഹസവും ഗായത്രിയിലെ
ദുർഗാതത്വം ഉണരുന്നതോടെ സംജാതമാകുന്നു. ഗായത്രി ഉപാസന മൂലം അന്തരാളത്തിൽ ഇത്തരം തീവ്രത ഉയരുന്നു. ഇതിനെ സാധകന് ലഭിക്കുന്ന ദുർഗയുടെ അനുഗ്രഹമായി കരുതാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.